ഞാൻ ഏതെങ്കിലും കുന്നിക്കൽ നാരായണേട്ടനോ അതുപോലെ ഏതെങ്കിലും ഒരു നേതാവ് എനിക്ക് മാർക്സിസം ലെനിനിസം ചിന്ത പഠിപ്പിച്ച് തന്നിട്ടല്ല ഞാൻ നക്സലൈറ്റ് ആയത്. രാവിലെ ഭക്ഷണം കിട്ടൂല എന്ന് ഉറപ്പോട് കൂടിയിട്ട് രാത്രി പട്ടിണി കിടക്കേണ്ടി വന്നു. അപ്പം ഇതാണ് എന്നെ പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് പല വഴികളും ഉണ്ടായിരുന്നു സ്വർഗത്തിലേക്കുള്ള. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ പാട് തന്നെ, പുറത്തെന്ന് വെച്ചാൽ കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ പാട് തന്നെ ആ ഗ്രൗണ്ടിൽ വെച്ച് ഞങ്ങളെല്ലാവരും പിടിച്ചു. അതിന് പിന്നെ വീണ്ടും ഞങ്ങൾ അടിയന്തരാവസ്ഥ കഴിയുന്നത് വരെ ഞങ്ങൾ ജയിലിലായിരുന്നു. അങ്ങനെ 7 വർഷവും 2 മാസക്കാലം ഞങ്ങൾ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ആണ് ഞാൻ പാർട്ടി നമ്മുടെ CPI ML പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത്. അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഘടകം ആദ്യം ഒരു ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി കോഴിക്കോട്ട്. ജില്ലാ കമ്മിറ്റി ഏറെക്കുറെ കേരളത്തിലെ ആകെ അടിയന്തരാവസ്ഥയിൽ തകർന്നു പോയതായിരുന്നു, എല്ലാ ജില്ലാ ഘടകങ്ങളും സംസ്ഥാന സമിതി. പക്ഷേ കോഴിക്കോട്ടെ ജില്ലയിൽ ഒരു സംഘടനം നിലനിന്നിരുന്നു, ഒരു 5-8 പേരിൽ. അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുകയും അങ്ങനെ ആ ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും പിന്നീട് കേരളത്തിലെ മുഴുവൻ സ്റ്റേറ്റ് ഒന്നിച്ചൊരു പുനഃസംഘടനാ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ സംഘാടനം നടത്തുകയും ചെയ്തു. അതിൻ്റെ കൺവീനർ എന്നുള്ളത്. അങ്ങനെയാണ് കേരളത്തിൽ അടിയന്തരാവസ്ഥയിൽ തകർന്നു പോയിട്ടുള്ള നക്സൽ പ്രസ്ഥാനത്തിന് സംഘടിപ്പിക്കുന്നത്. അത് ഏറെക്കുറെ ആ പ്രവർത്തനം ഒരു 2-3 കൊല്ലക്കാലം നിന്നു. അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായി. അഭിപ്രായ വ്യത്യാസങ്ങളിൽ പ്രധാനം ഇപ്പോഴും അന്നും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതായത് അപക്വമതികളായിട്ടുള്ള ബിരുദധാരികളായിരുന്നു അവർ. ആ കാര്യത്തിൽ അറിവുള്ളവരായിരുന്നു, സർവകലാശാല ബിരുദധാരികളായിരുന്നു അവർ. പക്ഷേ സാധാരണ തൊഴിലാളികളായിട്ടുള്ള ഞങ്ങൾ 2-3 ആളിലുണ്ടായിരുന്നു. അവർ പറയുന്നതൊന്നും പരിഗണിക്കാണ്ട് അവർ പിന്നെ പ്രവർത്തിച്ചു. ഞങ്ങളെ ഓരോരുത്തരായിട്ട് എങ്ങനെ തേജോവധം ചെയ്യാമെന്നുള്ളിടത്തിലേക്ക് അവരുടെ പ്രാഗൽഭ്യം മുഴുവൻ തെളിയിച്ചു. അവരെ ഞാൻ അതിനെ സംബന്ധിച്ചിട്ട് ആ കാലത്ത് തന്നെ ഞാൻ അവരെ പറ്റിയിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ സവർണ പ്രത്യയശാസ്ത്ര വിധേയരാണെന്നുള്ളതും സവർണരാണെന്നുള്ളതും മാത്രമല്ല, അവരിൽ പോലീസ് ഏജൻറ്റുമാരും ഉണ്ടായിരുന്നു. വളരെ വിദഗ്ധമായിട്ട് പോലീസ് ജയറാം പഠിക്കൽ അദ്ദേഹവും പറഞ്ഞത് എൻ്റെ കുട്ടികളാണ് ഒരു കാലത്ത് നക്സൽ പ്രസ്ഥാനത്തിന് നയിച്ചത്. അതിൻ്റെ വിശദീകരണം ഞാൻ പറഞ്ഞു. എങ്ങനെ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് ഏജൻറ്റുമാരെ കയറ്റുന്നു എന്ന് എറണാകുളത്തെ ഒരു DYSP ലേഖനം എഴുതി മാധ്യമത്തിൽ. അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് എന്നോട് മറന്നുപോയി. അപ്പോൾ ഞാൻ അന്ന് ഈ നക്സൽ പ്രസ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. രാജിവെച്ചു. 1900 അതിലുള്ള പ്രവർത്തനത്തിനെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിനെ സംബന്ധിച്ച് ഏറെക്കുറെ 5-6 വർഷമാണ് ഞാൻ അതിൽ പ്രവർത്തിച്ചത്. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജ് വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. ജനങ്ങൾക്കിടയിലെ പ്രവർത്തനം ജലവും മത്സ്യവും പോലെയുള്ളതാണെന്ന് മാവോ വിശദീകരിച്ചത്. ജലത്തിൽ നിന്ന് മത്സ്യത്തിനെ പിടിച്ച് കരക്കിട്ടാൽ മത്സ്യം ചത്തു. അതേമാതിരി ഗറില്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗറില്ല മാത്രമായിട്ട് പ്രവർത്തിച്ചാൽ അതും തകരും. എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ പിന്നെ ആണ്ട് ജീവിക്കണം. ജനങ്ങളാണ് വെള്ളം. ജനങ്ങളും ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ
വെള്ളത്തിലെ മത്സ്യം പോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവരോടൊപ്പം നിൽക്കുന്നെങ്കിൽ, അവർ കൂടെ ഇല്ലെങ്കിൽ, ഗറില്ല പ്രവർത്തനം എന്ന് പറഞ്ഞത് വളരെ വളരെ സെക്ടേറിയൻ ആയിട്ടുള്ളൊരു പ്രവർത്തനമായിട്ടാണ് മാവോ വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ ഏതെങ്കിലും കുന്നിക്കൽ നാറാണാട്ടിനോ അതുപോലെ ഏതെങ്കിലും ഒരു നേതാവ് എനിക്ക് മാർക്സിസം ലെനിനിസം മാവോ ചിന്ത പഠിപ്പിച്ച് തന്നിട്ടല്ല ഞാൻ നക്സലൈറ്റ് ആയത്. ഞാൻ സ്വന്തം നിലക്ക് മാവോൻ്റെ പുസ്തകങ്ങൾ വായിച്ചു. 16 വയസ്സ് മുതൽ തന്നെ 18 വയസ്സ് കാലത്ത് കേരളത്തിലെ മുഴുവൻ മാർക്സിസ്റ്റ് ഗ്രന്ഥങ്ങളും പിന്നെ സംരക്ഷിക്കാൻ ഇനിയാണ് ഏൽപ്പിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കാലത്തെ മനുഷ്യരൊന്നും മരിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതറിയാം. പ്രഭാത ബുക്ക് ഹൗസ് മുഴുവൻ എടുത്തു മാറ്റാൻ പോലീസ് നശിപ്പിക്കുമെന്ന് തോന്നിയപ്പോൾ അത് എടുത്തു മാറ്റാൻ ഇനിയും കമാലിയയിലെ ഒരു ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു സഖാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചത്. അത് ആദ്യം എൻ്റെ കുടുംബത്തിൻ്റെ വീട്ടിലേക്കും പിന്നീട് എൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിലെ വർഗവരയിലേക്ക് മാറ്റി 2 വർഷക്കാലം ഞാനത് കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ വായിക്കാൻ മാർക്സിനെയും എംഗൽസിനെയും ലെനിനെയും എല്ലാം വായിക്കാൻ സൗകര്യം കിട്ടി. പക്ഷേ അവിടുന്ന് 10-40 വർഷം കഴിഞ്ഞിട്ട് മാവോനെ വായിച്ചപ്പോഴാണ് എനിക്ക് യഥാർത്ഥത്തിൽ ആ കാലത്തെ 18 വയസ്സിൽ ഞാൻ വായിച്ചതിൻ്റെ പൂർണ്ണാർത്ഥം മനസ്സിലാവുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഈ പ്രസ്ഥാനത്തിൽ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ വർഗസമരങ്ങൾ, തൊഴിലാളി രംഗത്തെ പ്രവർത്തനങ്ങൾ, ഇതിലൂടെ എനിക്കുണ്ടായിട്ടുള്ള ധാരണകളും കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള ബുദ്ധിജീവികൾക്കുണ്ടാകുന്ന ധാരണകളും തമ്മിൽ വൈരുദ്ധ്യത്തിൽ വരിക എന്നുള്ളത് അനിവാര്യമാണ്. അതിൽ പിന്നെ പോലീസ് ഏജൻറ്റുമാരും കൂടി ചേർന്നാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ആ രീതിയിൽ അതിൽ നിന്ന് ഞാൻ രാജിവെച്ചതിന് ശേഷമാണ് പിന്നീട് ഞാൻ പിന്നെ ഗ്രോ യൂണിയൻ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത്. പിന്നീട് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കൊണ്ട് ഞാൻ കേരളത്തിലെ മുഴുവൻ ഹോസ്റ്റൽ തൊഴിലാളികൾക്ക് ഉപകാരപ്പെടും. യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നീണ്ടുനിന്ന 2 നിരാഹാരങ്ങൾ, ഗ്രോ സമരത്തിന് 2 നിരാഹാരങ്ങൾ നടത്തിയ മാതിരി തന്നെ ഹോസ്റ്റൽ തൊഴിലാളികൾ, യൂണിവേഴ്സിറ്റി തൊഴിലാളികൾക്ക് വേണ്ടി, ഹോസ്റ്റൽ തൊഴിലാളികൾക്ക് വേണ്ടി 2 നിരാഹാരം. ആദ്യത്തെ 26 ദിവസം മറ്റോ നീണ്ടുന്നു. രണ്ടാമതും അതാണ് കൃഷ്ണയ്യർ ഇടപെട്ട് തീർക്കുന്നത്, അവരെ പിരിച്ചുവിട്ടവർക്ക് ജോലി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിലൂടെ കേരളത്തിലുള്ള മുഴുവൻ ഹോസ്റ്റൽ തൊഴിലാളികൾക്കും മിനിമം വേതനം വാങ്ങിക്കൊടുക്കുന്നത്. ഇന്ന് അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സപ്ലയർക്ക് 15 റുപ്യാണ് ശമ്പളം. അതിന്ന് അവർ 15,000 റുപ്യയിലധികം വാങ്ങുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലാ മെഡിക്കൽ കോളേജുകളിലും കിട്ടി. പിന്നീട് അത് ഗവൺമെൻറ് തന്നെ മിനിമം വേജസ് അംഗീകരിച്ചു കേരളത്തിലെ മുഴുവൻ ഹോസ്റ്റൽ തൊഴിലാളികൾക്ക് വേണ്ടി. ഒരു തവണ ലേബർ കമ്മീഷണർ എന്നെ മറ്റുള്ളവർ പരിചയപ്പെടുത്തിയപ്പം അദ്ദേഹം പറയുണ്ടായി, ആ കാലത്തെ ലേബർ കമ്മീഷണർ, നിങ്ങളാണല്ലേ വാസു? ശരി, ഞാൻ നിങ്ങളെ തന്നെ കാണാൻ ഗൗരവത്തിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനേ നിങ്ങളെ സംബന്ധിച്ച് കേട്ടു, നിങ്ങൾ ആ നിരാഹാരം നടത്തിയല്ലോ. ആ നിരാഹാരം നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പല ഡിസ്ട്രിക്റ്റുകളിലും ഈ മിനിമം ബേസ് ആക്ട് നടപ്പിലാക്കുന്നില്ലാണ്. ഞാൻ ഉടനെ തന്നെ എല്ലാ ജില്ലാ ലേബർ ഓഫീസർമാർക്കും എഴുതി പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും എല്ലാ ഹോസ്പിറ്റലുകളിലും ചെക്കപ്പ് ചെയ്യണം. എവിടെയാണോ മിനിമം വേജ് നടപ്പിലാക്കാത്തത് അവിടെ മുഴുവൻ നടപ്പിലാക്കണം. അതിന് നിങ്ങളാണ് കാരണമായത്. അപ്പം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രവർത്തനം മാസത്തിൽ ഹോസ്റ്റൽ തൊഴിലാളികൾ, കേരളത്തിലെ ഹോസ്റ്റൽ തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് ആരും അറിയില്ല. ഗ്രോ സമരം എല്ലാവരും അറിയും. അതിന് കാരണങ്ങളുണ്ട്. അങ്ങനെയാണ് ഗ്രോ യൂണിയനും ഹോസ്റ്റൽ തൊഴിലാളി യൂണിയനും സംഘടിപ്പിക്കുന്നത്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞാനും ജനങ്ങളിൽ ഒരുത്തരാണ്.
ഞാനൊരു തൊഴിലാളിയാണ്, പട്ടിണി കടന്നവനാണ്. ആ പട്ടിണി മാറ്റാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടത് എൻ്റെ കടമയാണ്. അത് ആ കടമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ പട്ടിണീനെ സംബന്ധിച്ചിട്ട് ഇപ്പം ഞാൻ പലപ്പോഴും പൊതുയോഗങ്ങളിലൊക്കെ അങ്ങനെ പറയാറുണ്ട്, 3000 കുഞ്ഞുങ്ങൾ പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചു വീഴുന്ന രാജ്യമാണ് നമ്മളുടേത്. അങ്ങ് ആഫ്രിക്കയിലെ സോമാലിയ, നൈജീരിയ മുതലായിട്ടുള്ള രാജ്യങ്ങൾക്ക് സമാനമാണെന്ന് ഞാൻ പറയാറുണ്ട്. അതെന്നെ ഫീൽ ചെയ്തുകൊണ്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പട്ടിണി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അച്ഛൻ വെറും കൂലിപ്പണിക്കാരനാണ്. പണിയില്ലാത്ത കാലം കർക്കിടക മാസം എന്നാണ് പറയുക. ആ കാലത്തൊക്കെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. രാത്രി പട്ടിണി കിടന്നിട്ട് രാവിലെ ഭക്ഷണം കിട്ടൂല എന്ന് ഉറപ്പോട് കൂടിയിട്ട് രാത്രി പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് എന്നെ പിടിച്ചിരുന്നത്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അല്ലെങ്കിൽ എനിക്ക് പല വഴികളും ഉണ്ടായിരുന്നു സ്വർഗത്തിലേക്കുള്ള.